കോൺഗ്രസ്സുകാർ വർഷങ്ങളായിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന KPCC പുനഃസംഘടനയാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് തീരുമാനമായത്. എത്ര നാളായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഒരു കമ്മിറ്റി കൂടിയിട്ട്, ഒന്നുമില്ലെങ്കിലും 19 വർഷത്തെ ഭരണപാരമ്പര്യമൊക്കെ ഉള്ളൊരു കില്ലാടി പാർട്ടിയില്ലേ, അങ്ങനെ ഇങ്ങനെ പോയി കമ്മിറ്റി കൂടാൻ പറ്റുമോ? ആദ്യം ഒരു മന്ത്രവാദി വിളിക്കണം, എന്നിട്ട് ഈ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വീടുകളിലൊക്കെ കുഴിച്ചിട്ട കോഴിത്തലയും പടം വരച്ച മുട്ടയും ഒക്കെ കണ്ടുപിടിക്കണം, എന്നിട്ട് സമയം കുറിക്കണം. അങ്ങനെ എന്തെല്ലാം പരിപാടിയുണ്ട്. അത് കഴിയുമ്പോൾ ദേശീയ പാർട്ടിക്ക് ജാതിയും മതവും ഒക്കെ നോക്കി ഓരോന്നിനും 3 വീതം ആളെ എടുക്കണം. പിന്നെ ഭാരവാഹികൾ, അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് ഈ ജംബോ പാർട്ടി എന്ന് പറയുന്നത്. ആദ്യം ഒരു പ്രസിഡന്റ്, പിന്നെ പ്രസിഡന്റിനെ പോലെ അല്ലാതെ പണിയെടുക്കാനുള്ള പ്രസിഡന്റുമാർ, അതായത് വർക്കിംഗ് പ്രസിഡന്റുമാർ. അത് കഴിഞ്ഞ് വൈസ് പ്രസിഡന്റുമാർ, അതൊരു 13 പേര്. പിന്നെ ജനറൽ സെക്രട്ടറിമാർ, അതൊരു 58 + 1, അതായത് 59 പേര്. പിന്നെ ട്രഷറർ, അത് പിന്നെ ഒരാളുടെ ആവശ്യമേ ഉള്ളൂ. ഈ പിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള പൈസ കമ്മിറ്റി വരെ എത്തിയാലല്ലേ അത് കൈകാര്യം ചെയ്യാൻ ട്രഷററുടെ ആവശ്യം. അതിനു പുറമെ അവർ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ വേറൊരു കമ്മിറ്റി, അതാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, അഥവാ രാഷ്ട്രീയ കാര്യസമിതി. ഇതിലൊരു 38 പേര്. ഇതെല്ലാം കൂടി ഇപ്പോൾ എത്രയായി? അല്ലെങ്കിൽ വേണ്ട, ഇപ്പം കണക്ക് കൂട്ടണ്ട, ഇനിയുണ്ട്. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറി വീതം എന്നും പറഞ്ഞൊരു കണക്കുണ്ട്. അപ്പോൾ സെക്രട്ടറിമാർ മാത്രം 118 പേര്. എല്ലാം കൂടി 200 പേരുടെ പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കും. ജംബോ പട്ടികയല്ലേ, അവർക്കൊരു സാവകാശം കൂടി. ഇത് ഭാരവാഹികൾ, ഇനി എക്സിക്യൂട്ടീവ്, കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ഒരു 500 പേർക്കുള്ള ഫുഡും ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ബുക്കും ചെയ്താൽ ഒരു ദിവസം കമ്മിറ്റി വിളിക്കും. പിന്നെന്താണ്, അതൊക്കെ വേണ്ടേ? വലിയ പാരമ്പര്യ പാർട്ടിയല്ലേ. VD സതീശനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തതാണ്, CPM തന്നെ 100 പേരുണ്ടല്ലോ, നമുക്കൊരു 400 പേരായ എന്താണ് പ്രശ്നം? അല്ല പിന്നെ CPM മൊത്തം 89 പേരുടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന് അതിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും വേണ്ടേ എന്നുള്ളൊരു കരുത്ത് തെളിയിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇവരുടെ എണ്ണം എങ്ങനെ അറിയും? ഒരു കാര്യം ചെയ്യാം, KPCCയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, വെബ്സൈറ്റിൽ ആൾക്കാരുടെ പേരെങ്കിലും കാണുമല്ലോ, അതിൽ കൂട്ടി നോക്കാം. പ്രസിഡന്റ് മാറിയതൊന്നും വെബ്സൈറ്റ് അറിഞ്ഞിട്ട് പോലും ഇല്ല. സാരമില്ല, ജംബോ കമ്മിറ്റി ഉണ്ടാക്കുന്ന തിരക്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നായിരിക്കും. മെമ്പേഴ്സ് നോക്കാം. സബാഷ്, പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ, നാട്ടുകാരെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ KPCCയെ സപ്പോർട്ട് ചെയ്യും. ഇത്രയും വലിയ പാർട്ടിക്ക് ജംബോ കമ്മിറ്റിയൊക്കെ വേണം. #KPCCക്കൊപ്പം.